ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സാണ്. ചിക്കൻ ഷവർമ റോളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ? ഫസ്റ്റ് നമുക്ക് കുറച്ച് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ആരുള്ള പീസാണ് എടുത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂണ് യോഗട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണ്, 1 ടേബിൾ സ്പൂണ് വിനാഗിരി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴാണ് മസാല എല്ലാം ഇതിൽ നല്ലോണം പിടിച്ചിട്ട് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാൻ പറ്റുള്ളൂ. അവസാനം 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്കിതിവിടെ മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഷവർമ റോൾ ഉണ്ടാക്കിയിട്ടെടുക്കാനുള്ള മാവൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നല്ലോണം മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ഉപ്പൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂണ് ഷുഗർ ചേർത്തെടുത്ത് നല്ലോണം മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തെടുത്തിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക. ഇപ്പോൾ ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലോണം മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇളം ചൂട് പാൽ ഒഴിച്ചിട്ട് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ കുഴച്ചിട്ടെടുക്കുന്ന സമയത്ത് നിങ്ങൾ അധികം ലൂസാക്കിയിട്ട് മാവ് കുഴച്ചിട്ടെടുക്കരുത്. കാരണം നമ്മൾ 2 മണിക്കൂർ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ റോളാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാവ് കുറച്ചും കൂടി അയഞ്ഞ് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഇത് പൊടി കുഴച്ചിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ പാൽ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ഡോ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ മാവ് നല്ലോണം കുഴച്ചിട്ട് എടുത്തിക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുക. നമ്മൾ മാവ് ഒന്ന് ഡ്രൈ ആയി പോകാതെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനൊരു 1/4 കപ്പ് പാൽ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചിട്ട് കുഴച്ചിട്ട് എടുക്കുക. ഇനി ഇത് 2-3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമുക്ക് റോളാക്കിയിട്ട് എടുക്കാനായിട്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാന് ചൂടായതിനു ശേഷം അതിലോട്ട് ഓയിൽ കുറച്ച് ചേർത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കംപ്ലീറ്റ് ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് ചിക്കൻ കുക്കാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കില്ല, അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ വേവിച്ചിട്ട് എടുത്താലും മതി. അപ്പോൾ തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചിട്ടെടുക്കുക. ഒരു സൈഡ് ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ പാനിൽ മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ സ്ക്വയർ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, ഒരു 1/2 കപ്പ് കുക്കുംബറാണ്. അതിന് കുക്കുംബറിൻ്റെ കുരൊക്കെ കളഞ്ഞിട്ട് വേണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കന് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറിയൊക്കെ നമുക്കൊരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് വെജിറ്റബിൾസും ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, ചിക്കൻ ഓൾറെഡി ഉപ്പുണ്ട്.
ഉപ്പും കൂടി ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ആക്കാം. ആവശ്യത്തിന് മയോണൈസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്കെങ്ങനെ ഷവർമ റോള് എങ്ങനെ ഉണ്ടാക്കിയിട്ടെടുക്കാൻ നോക്കാം. നമ്മൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവാണ്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ ഒന്നും കൂടി സ്മൂത്താക്കി എടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ പൂരിയുടെ വലുപ്പത്തിലുള്ള ചെറിയ ഉരുളകളാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് മാവ് നമുക്ക് ഈ ഒരു സൈസിൽ തന്നെ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയ പൂരിയുടെ വലുപ്പത്തിലുള്ള ഉരുളാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് മാവും ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ ഉരുള എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ കുറച്ച് പൊടിയാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൂരിയുടെ വലുപ്പത്തിൽ നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് അധികം കട്ടിയാക്കിയിട്ട് പരത്തിയിട്ടെടുക്കരുത് കേട്ടോ. കാരണം റോളാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് പൊരിച്ചിട്ടെടുക്കുന്ന സമയത്ത് വെന്ത് കിട്ടില്ല. അപ്പോൾ കുറച്ച് നൈസാക്കിയിട്ട് വേണം അത് പരത്തിയിട്ടെടുക്കാനായിട്ട്. കുറച്ച് കട്ടി കുറച്ചിട്ട് പരത്തിയിട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ കട്ടി കുറച്ചിട്ട് നല്ലോണം പരത്തിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കെച്ചപ്പും കുറച്ച് മയോണൈസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡ് ഇതുപോലെ നമുക്കൊന്ന് മടക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സൈഡൊന്ന് മടക്കിയതിന് ശേഷം അവിടെയും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് റോളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ റോളാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് എല്ലായിടത്തും നമുക്ക് ഒട്ടിയിട്ടുണ്ടായിരിക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ റോളും നമുക്ക് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നല്ല ഓയിൽ നല്ല ചൂടാക്കി എടുക്കാൻ നമുക്കിത് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് ചൂടുണ്ടായിരിക്കണം. എന്നിട്ട് ഇട്ടതിന് ശേഷം തീ കുറച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ സാവധാനത്തിൽ വേണം വേവിച്ചിട്ടെടുക്കാനായിട്ട്. നിങ്ങൾ വേവിക്കുന്ന സമയത്ത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഇത് പാകത്തിന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മളെ ചിക്കൻ ഷവർമ റോൾ പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ റോൾസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഷവർമ റോളാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇതിലെ ഫില്ലിങ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസൊക്കെ അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.